നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. ഇത്രയൊക്കെ ഉള്ളൂ വലിയ വീട്ടിലെ പിള്ളേരുടെ സ്നേഹവും ഉറപ്പും ഒക്കെ. സത്യമാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സന്ദീപ്, അതൊക്കെ നിന്റെ തോന്നല. അവൻ നിന്നെ ചതിക്കില്ലെന്ന് നീ തന്നെ നിന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടുണ്ടാവുന്ന തോന്നല്. മനുഷ്യന് മാറാനും മറക്കാനും അധിക സമയമൊന്നും വേണ്ട. ഇനി നീ കരുതുന്ന പോലെ അവൻ വേറെ എവിടെയെങ്കിലും ആണ് പോയതെങ്കിൽ നിന്നെ ഒന്ന് വിളിച്ചു പറയാലോ. അല്ലെങ്കിൽ ആരോടെങ്കിലും പറയില്ലേ? ഇപ്പൊ തന്നെ അവരുടെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി നീയുമായിട്ടൊരു സ്വസ്ഥ ജീവിതം ജീവിക്കാൻ പറ്റുമോ അവന്? എല്ലാം അറിയാവുന്ന അവന്റെ വീട്ടിലോ ഈ വീട്ടിലോ അതിന് സമ്മതിക്കോ? എത്ര വലിയ പ്രേമോന്നൊക്കെ പറഞ്ഞാലും ഒരു തെറ്റിദ്ധാരണയിലോ തെറ്റായി എടുത്ത തീരുമാനത്തിലോ തീരാവുന്നതേ ഉള്ളൂ. സന്ദീപും അനഘയും ഇപ്പൊ ഇങ്ങനെ ചെയ്തെങ്കിൽ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് അവരിത് തീരുമാനിച്ചു കാണും. അതിനും എത്രയോ നാളുകൾക്ക് മുൻപ് അവര് സ്നേഹിച്ചു തുടങ്ങിക്കാണും. അപ്പോഴൊക്കെ നീ ഈ മുറിയിൽ അവനെ ഓർത്ത് സ്വപ്നം കണ്ട് ജീവിക്കുകയായിരുന്നു. മോളെ, അവൻ നിന്നെ പറ്റിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്ത് വന്നാലും നീ അവനെ കെട്ടുള്ളൂ എന്ന ശക്തമായ തീരുമാനം എടുത്തതുപോലെ നിന്നെ ചതിച്ച അവനെ വേണ്ടെന്നുള്ള തീരുമാനവും നീ എടുക്കേണ്ട സമയം ഇത്. നിനക്കറിയാലോ, എന്റെ മനസ്സിൽ തോന്നുന്ന എന്ത് ഞാൻ എവിടെയും പറയും. മുന്നിൽ നിൽക്കുന്നവരുടെ മനസ്സ് വേദനിക്കുന്നു എന്നറിഞ്ഞാലും ഞാൻ പറഞ്ഞേ അടങ്ങും. ഈ വീട്ടിൽ ഇതുവരെ ആരും നിന്നോട് ഇതേപ്പറ്റി ചോദിക്കാനോ സംസാരിക്കാനോ വന്നിട്ടില്ല. ഇനി വരികയില്ല. കാരണം നിന്നെപ്പോലെ തന്നെ വിഷമിക്കുന്നുണ്ട് അവരും. മറ്റൊരു വിവാഹത്തിന് നിന്നെ നിർബന്ധിക്കുമ്പോഴും അവരും ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു സന്ദീപ് അവന്റെ അച്ഛന്റെ അനുവാദം വാങ്ങി വരണോന്ന്. നീ ഈ മുറിയിൽ അടച്ചിരിക്കുന്ന പോലെ ഈ വീടിന്റെ ഓരോ മുറിയിലും ഇങ്ങനെ വിഷമിച്ചിരിപ്പുണ്ട് എല്ലാവരും. അതിൽ ഏറ്റവും വിഷമം അനൂപേട്ടന്. എന്നെ സ്നേഹിക്കുന്നതിന്റെ 10 ഇരട്ടി സഹോദരിമാരെ സ്നേഹിക്കുന്നുണ്ട് ആ മനുഷ്യൻ. ഞാൻ എപ്പോഴും വഴക്ക് കൂടുന്നതും ആ ഒറ്റ കാരണം കൊണ്ട്. അനൂപേട്ടന്റെ മനസ്സ് നേറുന്നത് എനിക്കറിയാം. അത് മറ്റാരും അറിയാതിരിക്കാനാ ദേഷ്യം കാണിക്കുന്നത്. നീ ആലോചിച്ച് നോക്ക്, നീ കാരണം മറ്റുള്ളവരുടെ സമാധാനം കൂടി കളയണോന്ന്. ഞാൻ പറഞ്ഞതും നീ കേട്ടതുമെല്ലാം മുഖവിലേക്ക് എടുത്തില്ലെങ്കിൽ പോലും നിന്റെ അച്ഛനെയും അമ്മയെയും ഏട്ടനെയും നീ മനസ്സിലാക്കാതെ മറന്നു കളയരുത്. നീ തന്നെ ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. ഏട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട്. പേടിയോ? എന്തിന്? വിവാഹം കഴിഞ്ഞ കാര്യം അവന്തികേട്ടത്തെ അനക്കൊക്കെ അറിയുമ്പോ എന്താ സംഭവിക്കാന്ന് ഓർത്ത്. എന്ത് സംഭവിക്കാൻ? ഇനി ആരറിഞ്ഞാലും നിനക്കെന്താടാ?
കൂടെ ഇല്ലെങ്കിലും ആതിര നിന്റെ സ്വന്തമായി കഴിഞ്ഞില്ലേ? ആ സന്തോഷം ഒരു ഭാഗത്തുള്ളപ്പോഴും മറുഭാഗത്ത് എന്നെ മറ്റൊരു പ്രശ്നം അലട്ടുന്നുണ്ട്. അനക്ക് ഓരോ ദിവസം കഴിയുന്തോറും എന്നെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു വരിക. എത്ര പറഞ്ഞിട്ടും അവൾക്കത് മനസ്സിലാവുന്നില്ല. ആതിരെ കൊല്ലുന്നൊക്കെ അവള് പറയുന്നത്. അതൊക്കെ അവളുടെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറയുന്നതല്ലേ? ആയിരിക്കും. എങ്കിലും അനക്ക് പെട്ടെന്ന് ഇതൊക്കെ അറിയുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആതിരയ്ക്ക് മുന്നേ നിന്നെ കണ്ടതും സ്നേഹിച്ചതും അനക്കയല്ലേ? അവൾക്ക് അത്രമാത്രം നിന്നെ ഇഷ്ടമായിരിക്കും. തിരികെ അത് വേണമെന്ന് വാശിയും ഉണ്ടാവും. അവള് പക്വതയുള്ള കുട്ടിയല്ലേ? പിന്നീടെല്ലാം അറിയുമ്പോൾ അവളത് സ്വയം മനസ്സിലാക്കിക്കോളും. എങ്കിലും അനകെ, എന്താ സച്ചേട്ടാ? അത് ഞങ്ങളിപ്പോ നിന്റെ കാര്യം പറഞ്ഞോണ്ട് നിൽക്കായിരുന്നു. ആഹാ, എന്റെ കാര്യോ? എന്റെ എന്ത് കാര്യം? നല്ല കാര്യമാണോ പറഞ്ഞത്? ആ, അങ്ങനെ ചോദിച്ചാ അല്ല. സന്ദീപ് നിന്നെ കുറിച്ച് പറയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നല്ലതാവണമല്ലോ പറയേണ്ടത്. ഭാവിയിലെ സന്ദീപിന്റെ ഭാര്യ ആവേണ്ടവളല്ലേ ഞാൻ? അനക, സത്യം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ആ അറിവും വെച്ച് പിന്നെ എന്തിനാ വാശി കാണിക്കുന്നേ? സ്നേഹം എങ്ങനെയാ സച്ചേട്ടാ വാശിയാവുന്നേ? സന്ദീപിനോട് പറയാനുള്ളതെല്ലാം പല രീതിയിലും പല സന്ദർഭത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സന്ദീപിന് എന്നോടൊരു കാര്യം പറയണമെങ്കിൽ അത് നേരിട്ടാവാം. സച്ചേട്ടന് അതിനിടയ്ക്ക് പിടിച്ചിടേണ്ട ഒരു കാര്യവുമില്ല. സന്ദീപ് എന്നെ കൊണ്ട് പറയിക്കുന്നൊന്നും അല്ല. ഇവൻ വിഷമിക്കുന്നുണ്ടപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സന്ദീപ് വിഷമിക്കുന്നത് കാണാനും സന്ദീപിനെ സമാധാനിപ്പിക്കാനും ഒക്കെ ആളുണ്ട്. ആതിരയ്ക്ക് വേണ്ടി വക്കാലത്ത് പറയാനും എല്ലാവരും ഉണ്ട്. പക്ഷെ അനഘയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ആരും വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷെ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. ആതിര എത്രത്തോളം സ്നേഹിക്കുന്നു അതിന്റെ ഇരട്ടി ഞാൻ സന്ദീപിനെ സ്നേഹിക്കുന്നുണ്ട്. സ്വപ്നം കാണുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അത് വാശിയിൽ കൂടിയേ നേടുള്ളെങ്കിൽ അങ്ങനെ. അനകയും ഞാൻ പറയുന്നത്. സച്ചേട്ടാ പ്ലീസ്, എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പിന്നെയും പറയാ, ഇതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇത് എന്റെ സന്ദീപിന്റെയും കാര്യോ. ഇന്നല്ലെങ്കിൽ നാളെ സന്ദീപ് എന്നെ സ്നേഹിക്കും. അന്ന് നിങ്ങൾ എല്ലാവരെയും എതിർപ്പൊന്നും പറയാതെ ഇതൊന്ന് നടത്തി തന്നാ മതി. അഥവാ അങ്ങനെ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞ ഞാൻ സന്ദീപിനെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോവും. ആരുടെയും കണ്ണും കൈയും എത്താത്ത എവിടെയെങ്കിലും പോയി ഞങ്ങൾ ജീവിക്കും. ഇപ്പൊ ഇഷ്ടമല്ലാത്തതുകൊണ്ട് സന്ദീപ് ഇതൊന്നും അംഗീകരിച്ച് തരില്ലായിരിക്കും. സച്ചേട്ട് നോക്കിക്കോ, സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും. അഥവാ അങ്ങനെ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞ ഞാൻ സന്ദീപിനെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.